കഴിഞ്ഞ ദിവസം എല്ലാവരും ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തമിഴ് നടനാണെങ്കിൽ കൂടിയും സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും ഞെട്ടിയൊരു വാർത്ത നടൻ ജയം രവിയുടെ വികാരമായ പ്രതികരണം തന്നെയായിരുന്നു. ചോക്ലേറ്റ് ബോയ് എന്ന രീതിയിൽ തന്നെ പല സിനിമകളും അഭിനയിച്ച അത്തരത്തിൽ മലയാളികളുടെ മനസ്സിലും സ്ഥാനം നേടിയ ജയം രവി ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരവസ്ഥ ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനായില്ല ആദ്യം. എന്നാൽ ഇതുപോലെ ചൂഷണം ചെയ്യപ്പെട്ട ഒരാളാണ് തൻ്റെ ഭർത്താവെന്നും പറയുന്നു. ആണുങ്ങളുടെ ഇടയിൽ ഇത്തരത്തിൽ മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കുന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല. ആണുങ്ങൾക്ക് എന്തോ ഡിപ്രഷൻ ഇല്ലാത്തതുപോലെയാണ് പലരും പറയുന്നത്. തൻ്റെ പാർട്ട്ണറും ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്ന കഥകളെക്കുറിച്ചാണ് ഇപ്പോൾ അമയ വെളിപ്പെടുത്തുന്നത്. അമയ പറയുന്നത് ഹൈ ഡിപ്രഷനിലാണെന്ന് നമുക്ക് അദ്ദേഹത്തെ കണ്ടാൽ തന്നെ, അതായത് ജയം രവിയെ കണ്ടാൽ തന്നെ മനസ്സിലാകും. അതിലൂടെ മനസ്സിലാക്കാൻ പറ്റിയതും എനിക്ക് ഇതേ കാര്യമാണ്. ആണുങ്ങൾക്ക് ഇത്തരം സ്റ്റേജുകൾ എത്തുമ്പോൾ പലരും അത് മനസ്സിലാക്കാതെയാണ് പോകുന്നത്. മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, പലരും അത് സംസാരിക്കാതെ പോകുന്നുണ്ട്. മുഖം നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. ഇന്നത്തെ തലമുറ പുരുഷന്മാരും ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ട്. മാനസികമായും വൈകാരികമായും സാമ്പത്തികമായും കൺട്രോളിംഗ് മാരേജ് ലൈഫ് ഇന്നത്തെ പുരുഷന്മാരും അനുഭവിക്കുന്നു. തീർച്ചയായും ഇതിനെല്ലാം തെളിവ് നൽകിയാൽ അയാൾക്ക് എളുപ്പത്തിൽ വിവാഹമോചനം നേടാൻ സാധിക്കും. ഇത് അദ്ദേഹം കൂടി മനസ്സിലാക്കേണ്ടതായുണ്ട്. ഞാൻ വിവാഹമോചനം നേടിയ സമയത്ത് ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കഷ്ടപ്പാടുകൾ ആരും കണ്ടിട്ടില്ലാത്തത്. വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സഹിച്ച എൻ്റെ കുട്ടികളെ വളർത്തിയ ഒരാളാണ് ഞാൻ. വേറൊരാളുടെ ലൈഫിൽ പോയിട്ട് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ലൈഫ് എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക്. സെപ്പറേറ്റ് ആയി എന്ന് നശിച്ചു പോയ ഒരാൾക്ക് ഞാൻ എൻ്റെ ലൈഫ് കൊടുത്തുന്ന ബോധ്യം എനിക്കുണ്ട് എന്നാണ് ജിഷിൻ മോഹനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് എനിക്കെതിരെ വരുന്ന കല്ലേറുകൾ ഞാൻ കാര്യമാക്കാറില്ല. പക്ഷെ എല്ലാവർക്കും അത്ര ശക്തമായി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജയം രവി മാധ്യമങ്ങൾക്ക് മുന്നിൽ മക്കളുടെ കാര്യം പറഞ്ഞ് എത്തിയത് പൊട്ടിത്തെറിച്ചതുമൊക്കെ വികാരഭരിതനായെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഒരു അക്കൗണ്ടിൽ നേരാവണ്ണം അദ്ദേഹത്തിന് പണം ചിലവഴിക്കാൻ പോലും ആകുന്നില്ല എന്നത് വളരെയധികം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ പോലും ഇപ്പോൾ കാണാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതും, ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു അക്കൗണ്ട് നേരാവണ്ണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഉൾപ്പെടെ തന്നെ ജയം രവിയുടെ മാനസിക നില തെറ്റിക്കുകയായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും. അത്തരമൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ജയം രവി ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞതും. എല്ലാവരും ഭാര്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും മുൻ ഭാര്യയെ പിന്തുണച്ചുകൊണ്ട് എത്തുമ്പോൾ നിങ്ങളാരും ഞാൻ കടന്നുപോയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വളരെ വികാരമായിട്ടാണ് ജയം രവി അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. എല്ലാവരും അത് കേട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഞെട്ടലായിരുന്നു. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രേക്ഷകർക്കത് വളരെയധികം നന്നായി മനസ്സിലാവുകയും ചെയ്തു എന്ന് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹം പുലർത്തുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. അമ്മയെ എന്ത് സ്നേഹത്തോടെയാണ് ജിഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ജിഷിന് വേണ്ടി അമ്മയെ നിന്ന കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ എല്ലാം അമ്മയെ വെട്ടിത്തുറന്നാണ് സംസാരിക്കുന്നത്. അതിലൂടെ തന്നെ നമുക്ക് എന്തുമാത്രം സ്നേഹമാണ് അമ്മയ്ക്ക് ജിഷിനോടുള്ളത് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.